തമാശ പടങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും ആട് തിയേറ്ററിൽ പരാജയപ്പെട്ടു? തിയേറ്ററിൽ പരാജയപ്പെടാൻ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡിറ്റിംഗ് ആയിരുന്നു. ആട് സിനിമയുടെ ആദ്യം ഇറങ്ങിയ വേർഷനിൽ ഒരു നോൺ ലീനിയർ ആയിട്ടാണ് എഡിറ്റ് ചെയ്തത്. അത് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആയില്ല, മനസ്സിലായില്ല, പല കാര്യങ്ങളും മനസ്സിലായില്ല നോൺ ലീനിയർ ആയിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ റിലീസിന് മുമ്പ് ഇത് കണ്ടിട്ട് നമ്മൾ പറഞ്ഞാണ് ഇത് വർക്കാവില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഓൾറെഡി പറഞ്ഞതാണ് അത് വർക്കാവില്ല, മനസ്സിലാവില്ല ആൾക്കാർക്കെന്ന്. പക്ഷേ അപ്പോൾ എഡിറ്ററും ഡയറക്ടറും കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് വർക്കാവും എന്നുള്ള രീതിയിൽ. പക്ഷേ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകൾ ത്രൂ ഔട്ട് ആൾക്കാർ ഇരുന്ന് ചിരിച്ചു. ഫസ്റ്റ് ഡേ. അപ്പം ഫസ്റ്റ് ഡേ മിഥുനൊക്കെ ഷാജി പാപ്പന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് തിയേറ്ററിൽ വന്നേക്കുന്നത്. അത്രയും കോൺഫിഡന്റ് എല്ലാവരും ഈ പടം സൂപ്പർ ഹിറ്റാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ത്രൂ ഔട്ട് ആൾക്കാർ ചിരിച്ചിട്ട് പടം കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്തൊരു ഊളപ്പടമാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. നമ്മളെല്ലാവരും അങ്ങ് തകർന്നു പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ലിജോ പെല്ലിശ്ശേരി നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ലിജോനെ വിളിച്ചിരുത്തി റീ എഡിറ്റ് ചെയ്യിപ്പിച്ച് ഈ നോൺ ലീനിയർ എന്നുള്ളത് മാറ്റി ലീനിയർ ആക്കി എഡിറ്റ് ചെയ്യിപ്പിച്ച് അന്ന് തന്നെ കൊടുത്ത് വീണ്ടും സെൻസർ ചെയ്യിപ്പിച്ച് തിങ്കളാഴ്ച മുതൽ സിനിമ തിയേറ്ററിൽ മാറി വന്നു. അപ്പോഴേക്കും ഓൾറെഡി സ്പ്രെഡായി കഴിഞ്ഞു, പടം പോരാ, പടം മോശം, പടം ഫ്ലോപ്പ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് സ്പ്രെഡായി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഈ ഓൺലൈൻ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. അന്നിങ്ങനെ വരുന്നല്ലേ ഉള്ളൂ, കയറി വരുന്നതേ ഉള്ളൂ. അപ്പം ഇവർ വന്ന് എൻ്റെ അടുത്ത് പൈസ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇല്ല, നടക്കില്ല, നിങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി, ഇല്ല ഇല്ലെങ്കിൽ വിട്ടേരെന്ന് പറഞ്ഞു. കാര്യം അവരെല്ലാവരുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. അപ്പം അവരാരും മോശം പറയില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവർ ഗ്രൂപ്പിലെല്ലാം ഇത് വന്നു, പോസ്റ്ററുകൾ വന്നു, ഫ്ലോപ്പ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തലേദിവസം മുതലേ ഇവർ പോസ്റ്റർ ഇറക്കി സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ. അപ്പം അതിന് ഓൺലൈൻ മീഡിയ, അന്നത്തെ ഓൺലൈൻ മീഡിയാസ് ഒരു വലിയ ഘടകമാണ്. അന്ന് പടം സിനിമ ആട് ഫ്ലോപ്പായതിന് കാരണം. അപ്പോൾ എന്നിട്ട് നമുക്കത് നമ്മളത് ഓക്കെ ഫ്ലോപ്പായി എന്ന് അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ നാളുകൾ അത് കഴിഞ്ഞ് ഒരു 7-8 മാസം കഴിയുമ്പോഴാണ് അടികപ്പ്യാരയുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പോകുമ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ മനേകാന്തൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും, ഷാജി പാപ്പൻ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിക്കുന്ന കേൾക്കാം. അപ്പം ഞാനും വിജയം കൂടെ നടന്നു പോകുന്ന സമയത്ത് സർബത്ത് ഷമീറേ എന്നൊക്കെ പറഞ്ഞ് ഈ ജനലിന്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കും. വിജയ് എന്നെയും വിളിക്കും, മനേകാന്തൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ ഹോസ്റ്റലല്ലേ, അങ്ങനെ ആരെങ്കിലും കളിയാക്കാനായിട്ടൊക്കെ ഇത് ചെയ്യുന്നതായിരിക്കും, മൈൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. ഒരു 10-35 ദിവസം ഷൂട്ട് അവിടെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അപ്പം നമ്മൾ നടന്നു പോകുമ്പോഴതിലൊക്കെ പിള്ളേർ ഫോണിലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സിനിമ. ആടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എല്ലാവരും ആടിങ്ങനെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം അവർ നമ്മൾ നടന്നു പോകുന്നൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല, ഇവരിരുന്ന് പടം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പടം ഹിറ്റായി എന്ന് വെച്ചാൽ ഒരു പിള്ളേരുടെ ഇടയിൽ അത് ഹിറ്റായി. പിന്നെ നമ്മൾ CD ആരും എടുക്കാനുണ്ടായിരുന്നില്ല, CD ഒന്നും വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് തന്നെ ഒരു കമ്പനി തുടങ്ങി കുറച്ച് CD ഇറക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു അന്ന് ആദ്യം എനിക്കൊന്ന് ഇറക്കിയ ഒരു 10,000-3000 CD എങ്ങാണ്ട്, വളരെ കുറച്ച് ഇറക്കിയുള്ളൂ. ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച പോലും ആയില്ല, അപ്പോഴേക്കും പറഞ്ഞു ഒരു 30,000 CD പോരട്ടെ എന്ന് പറഞ്ഞു. 30,000 അപ്പോൾ ഓക്കെ ശരി 30,000 കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുന്നു. അപ്പം വീണ്ടും കൊടുത്തു. പിന്നെ 1,00,000 ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ CD സെയിൽസ് നമുക്ക് ഭയങ്കരമായിട്ട് ആടിൽ വന്നു. അപ്പോഴാണ് ഈ രണ്ടും കൂടെ വന്നപ്പോഴാണ് ഓക്കെ പടം ഇപ്പം ഹിറ്റായി മാറി എന്നുള്ള മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത്രയും നാൾ കഴിഞ്ഞ് ഈ സിനിമ ഹിറ്റാവുകയും തിയേറ്ററിൽ ഫ്ലോപ്പ് ആവുകയും ചെയ്യുമ്പോൾ
പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും? കാരണം അത്ര നിർവികാരം. എന്ത് ചെയ്യാനാണ്? കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല. കിട്ടേണ്ട സമയത്ത് കിട്ടാതെ കുറെ നാളുകൾക്ക് ശേഷം പടം കൊള്ളായിരുന്നു, ഞങ്ങൾ കണ്ടില്ല, മിസ്സാക്കി, ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം അങ്ങനെ പറ്റുമ്പോൾ എന്താണ്, നമ്മളെ പോലുള്ള പ്രൊഡ്യൂസേഴ്സ് ഇല്ലാതായി പോവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാനസികമായി തകർന്നു. നമ്മളൊരു വ്യത്യസ്തമായ സിനിമ ചെയ്യാൻ നോക്കുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇനി സിനിമ ചെയ്യണ്ട എന്നുള്ളൊരു തോന്നലിലേക്ക് വരും.